ഓക്കെ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് പ്രോസസ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് അല്ലേ. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സും പ്രോസസ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഡിസിഷൻസ്. സാധാരണഗതിയിൽ ബിസിനസ്സിൽ വരുന്ന വിവിധ തരം ഡിസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. 4 തരത്തിലുള്ള ഡിസിഷൻസാണ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഹെഡിങ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഓക്കെ. രണ്ടാമത്തെ സ്ട്രാറ്റജിക് ആൻഡ് ടാക്ടിക്കൽ ഡിസിഷൻസ്. ആൻഡ് ദ തേർഡ് വൺ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഡിസിഷൻസ്. ഇപ്പോൾ 4 എണ്ണയുള്ളൂ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ 4 ആയിട്ട് 8 ഡിസിഷൻസ് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. അപ്പോൾ ഡിസിഷൻസ് മേ ബി പ്രോഗ്രാംഡ് ഓർ നോൺ പ്രോഗ്രാംഡ്. 2 തരത്തിലുള്ള ഡിസിഷൻസാണ് ആദ്യത്തെ ടൈപ്പിൽ പറയുന്നത്. ചിലപ്പോൾ അത് പ്രോഗ്രാംഡ് ആയിരിക്കും, ചിലത് നോൺ പ്രോഗ്രാംഡ് ആയിരിക്കും. എന്താ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആർ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ പ്രോഗ്രാംഡ് ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും നമ്മൾ എടുക്കേണ്ട ചില ഡിസിഷൻസ് ആയിരിക്കും. ഓക്കെ. സച്ച് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ലോവർ ലെവൽ ഓഫീസേഴ്സ്. അത് സാധാരണഗതിയിൽ ആ ഡിസിഷൻസ് ആരൊക്കെ എടുക്കേണ്ടി വരിക? ലോവർ ലെവലിലുള്ള ഓഫീസേഴ്സാണ് ആ ഡിസിഷൻസ് എടുക്കുക. ദീസ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ എ ബോർഡ് പോളിസി സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ ഈ ഡിസിഷൻസ് ഈ സാധാരണ ഗതിയിൽ ലോവർ ലെവലിലെ ഓഫീസേഴ്സ് എടുക്കുകയാണെങ്കിലും ആ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ആരുടെ പോളിസീസിന് അനുബന്ധമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ? നമ്മുടെ ടോപ്പ് ലെവലിലുള്ള ബോർഡ് പോളിസീസിനനുസരിച്ചിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. റൂൾസ് ആൻഡ് പോളിസീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് വെൽ ഇൻ അഡ്വാൻസ് ടു സോൾവ് റിക്കറിങ് ആൻഡ് റുട്ടീൻ പ്രോബ്ലംസ് ക്വിക്കലി. അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ എടുക്കേണ്ടതെന്നുള്ളൊരു സ്ട്രക്ചർ എപ്പോഴും നമ്മൾ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡിസിഷൻസ് ഈ ലോവർ ലെവൽ ഓഫീസേഴ്സിന് എടുത്താൽ മതി. അപ്പോൾ പ്രോഗ്രാം ഡിസിഷൻസ് ആർ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. ദീസ് ആർ ടേക്കൺ ബൈ ലോവർ ലെവൽ ഓഫീസേഴ്സ്. ഓക്കെ. ആൻഡ് ദ ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദ പോളിസി ആൻഡ് സ്ട്രക്ചർ പ്രീഡിറ്റർമിൻഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ഓക്കെ. എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഗ്രാൻഡിങ് ലീവ് ടു എംപ്ലോയീസിന് ലീവ് കൊടുക്കുന്ന കാര്യത്തിൽ ഡിസൈഡ് ചെയ്യുന്നത്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഡിസിപ്ലിനറി ആക്ഷൻസ് എഗെയിൻസ്റ്റ് ലേറ്റ് കമേഴ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എന്താണ്? ലേറ്റ് കമേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ലേറ്റ് കമേഴ്സിന് എതിരെ എന്താണ് ആക്ഷൻ എടുക്കാൻ പറ്റുക? റോ മെറ്റീരിയൽസ് എടുക്കണമെങ്കിൽ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ. ഒരു എംപ്ലോയിക്ക് ലീവ് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെ എന്താണ്? പ്രീ ഡിറ്റർമിൻഡ് പോളിസീസാണ്. ഓക്കെ. അപ്പോൾ അതാണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഇനി നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസോ? നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആർ ഓഫ് നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ. സച്ച് ഡിസിഷൻസ് ഡീൽ വിത്ത് അൺയൂഷ്വൽ പ്രോബ്ലംസ്. പെട്ടെന്ന് നമുക്ക് യൂഷ്വലായിട്ട് സാധാരണഗതിയിൽ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റീനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ ആയിരിക്കില്ല. അൺയൂഷ്വലായിട്ട് എപ്പോഴും നടക്കണം എന്നില്ല, അൺയൂഷ്വലായിട്ട് വരുന്ന ചില പ്രോബ്ലംസിനെതിരെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസാണ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഓക്കെ. ഡിസൈഡിങ് വേർ ടു ലൊക്കേറ്റ് എ ന്യൂ ബ്രാഞ്ച് ഓഫീസ്. അപ്പോൾ ഒരു ന്യൂ ബ്രാഞ്ച് നമ്മൾ തുടങ്ങാൻ പോകുകയാണെന്ന് വെച്ചാൽ ആ ബ്രാഞ്ച് ഓഫീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ. അങ്ങനെ നമ്മുടെ ബിസിനസ് വൈൻഡപ്പ് ചെയ്യണോ വേണ്ടയോ? ഓക്കെ. ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ? ഇങ്ങനെയുള്ള വൺസ് ഇൻ ഹാപ്പൻ ചെയ്യുന്ന ചില പ്രോബ്ലംസിനെതിരെ എടുക്കുന്ന ഡിസിഷൻസാണ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഓക്കെ. പിന്നെ പറയുന്നത് രണ്ടാമത്തെ ടൈപ്പിൽ പറയുന്നത് സ്ട്രാറ്റജിക് ആൻഡ് ടാക്ടിക്കൽ ഡിസിഷൻസ്. ഓക്കെ. 2 തരത്തിലുള്ള ഡിസിഷൻസ് പറഞ്ഞിട്ടുണ്ട്, സ്ട്രാറ്റജിക്കും ടാക്ടിക്കലും. അപ്പോൾ എന്താ സ്ട്രാറ്റജിക് ഡിസിഷൻ? സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. The decisions relate to problems and matters which are very important and critical for the survival, success and profitability of the organization. അപ്പോൾ എന്തായിരിക്കും അങ്ങനത്തെ ഡിസിഷൻസ് എന്ന് പറയുന്നത്? വളരെ ക്രൂഷ്യലായിരിക്കും. അത് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ബിസിനസ്സിന് ചിലപ്പോൾ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അതെ, പ്രോഫിറ്റ് വേണ്ടയോ എന്നുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചില സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എല്ലാ ആക്ടിവിറ്റീസ് ആയിരിക്കാം. പിന്നെ
ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിൽ വരുന്ന ഡിസിഷൻസ് ആയിരിക്കും. അതെപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോവർ ലെവൽ ഓഫീസേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. അതെപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടോപ്പ് മാനേജ്മെൻറ്റിന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഡിസിഷൻസാണ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്. ടാക്റ്റിക്കൽ ഡിസിഷൻസോ, ടു ഇംപ്ലിമെൻറ്റ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് സം അതർ ഡിസിഷൻസ് ആർ റിക്വയർഡ്. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നമുക്ക് വേറെ കുറച്ച് ഡിസിഷൻസും കൂടി എടുക്കേണ്ടി വരും. ദീസ് ആർ കോൾഡ് ടാക്റ്റിക്കൽ ഡിസിഷൻസ്. നമ്മൾ പറയില്ലേ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രമാണ് അല്ലേ, പിന്നെ ഈ ടാക്ടിക്സ് എന്ന് പറഞ്ഞാലോ സൂത്രം എന്നൊക്കെ പറയാം മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ചില സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സൂത്രങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും, ടാക്ടിക്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഡിസിഷൻസാണ് ടാക്റ്റിക്കൽ ഡിസിഷൻസ്. ഓക്കെ, ഇപ്പോൾ ഒരു യുദ്ധമുഖത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഡിസിഷൻസ് എന്തൊക്കെയായിരിക്കും, സ്ട്രാറ്റജിക് ആയിരിക്കും. നമ്മുടെ സ്ട്രാറ്റജി അതായത് അത് പ്രീ ഡിറ്റർമിൻഡ് ആണ്. നമ്മൾ ഇന്ന ആൾ ഇന്ന ചെയ്താൽ ഇന്ന ആൾ ഇന്ന ചെയ്യുക എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും. പക്ഷേ ടാക്റ്റിക്സ് അങ്ങനെയല്ല, അപ്പം എന്താണോ നടക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അതാണ് ടാക്റ്റിക്കൽ ഡിസിഷൻസ്. ഓക്കെ, ആ ടാക്റ്റിക്കൽ ഡിസിഷൻസിന് ഒരു പേരും കൂടിയും പറയും, ദാറ്റ് ഈസ് ഓപ്പറേഷണൽ ഡിസിഷൻ എന്നും പറയും. ഓക്കെ, ദെൻ മൂന്നാമത്തെ പറയുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻസ് ആണ്. ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ നിന്നറിയാം, ഇൻഡിവിജ്വൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ്. ഇൻഡിവിജ്വൽ ഡിസിഷൻസ് പറഞ്ഞാൽ മാനേജേഴ്സ് എടുക്കുന്നതാണ്. എവരി മാനേജർ ഹാസ് ടു മേക്ക് ഡിസിഷൻ. അത് ഓരോ ലെവലിലുള്ള മാനേജേഴ്സ് എടുക്കേണ്ട ഡിസിഷൻസാണ് ഈ ഇൻഡിവിജ്വൽ ഡിസിഷൻ. ഓക്കെ, അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ ചില സ്കിൽസ് ജഡ്ജ് ചെയ്യാനോ ഒക്കെ ചെയ്യേണ്ടത് ഈ പറഞ്ഞ മാനേജേഴ്സ് ആയിരിക്കും. പിന്നെ ഗ്രൂപ്പ് ഡിസിഷൻസ് എന്തായിരിക്കും, ആർ മെയ്ഡ് ബൈ 2 or more മാനേജേഴ്സ് ജോയിൻലി. അപ്പോൾ അവിടെ മാനേജേഴ്സ് എന്ത് ചെയ്യുക, ഒന്നിൽ കൂടുതൽ മാനേജേഴ്സ് ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുന്ന ഡിസിഷൻസാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഡിസിഷൻസ്. ഓക്കെ, മാർക്കറ്റിംഗ് മാനേജറും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ മാനേജറും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലെ ആൾക്കാരും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ഈ പറഞ്ഞ ഓർഗനൈസേഷന് വേണ്ടി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഗ്രൂപ്പ് ഡിസിഷൻസായി. ഓക്കെ, ഇനി പറയുന്നത് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഡിസിഷൻസ് ആണ്. പേഴ്സണൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ മെയ്ഡ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. പേഴ്സണൽ ഡിസിഷൻസ് അറിയാലോ, ഇൻഡിവിജ്വൽ ആയിരിക്കും, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും എടുക്കേണ്ടാവുക. അയാൾക്ക് റിട്ടയർ ചെയ്യണോ വേണ്ടിയോ, റിസൈൻ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണോ, അതൊക്കെ പേഴ്സണലാണ്. അപ്പോൾ പേഴ്സണൽ ഡിസിഷൻസ് പറഞ്ഞത് സിംഗിൾ ഇൻഡിവിജ്വൽ എടുക്കുന്ന ഡിസിഷൻസാണ്. ഈ പറഞ്ഞ ഓർഗനൈസേഷണൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ മാനേജേഴ്സ് ഇൻ ദെയർ ഫോർമൽ കപ്പാസിറ്റി ആസ് മാനേജർ. ഇപ്പോൾ ഓർഗനൈസേഷൻ ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫോർമൽ കപ്പാസിറ്റിയിലിരിക്കുന്ന മാനേജേഴ്സും ഓർഗനൈസേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന, ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ഈ പറഞ്ഞ ഓർഗനൈസേഷണൽ ഡിസിഷൻസ്. അതായത് ഡിവിഡൻഡ് കൊടുക്കണോ, ഷെയർ ക്യാപിറ്റൽ ഓൾട്ടർ ചെയ്യണോ, ഒരു ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണോ, ഇതൊക്കെയാണ് സാധാരണ ഓർഗനൈസേഷന് വേണ്ടി അതിൻ്റെ ഓരോ തലപ്പത്തിരിക്കുന്ന മാനേജേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഓർഗനൈസേഷണൽ ഡിസിഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് 4 ഡിസിഷൻസാണ്. ഒന്ന് പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്, രണ്ടാമത്തത് സ്ട്രാറ്റജിക് ആൻഡ് ടാക്റ്റിക്കൽ ഡിസിഷൻസ്, then third one individual and group decisions, and the fourth one personal and organizational decisions.